ഹലോ നമസ്കാരം. ഇപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താള് വറുത്തരിച്ചൊരു കറി കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവരും താള് കഴിക്കണമെന്ന് പറയില്ല. അപ്പം ഞാനിതൊന്നും ഉണ്ടാക്കുന്നത് എന്താണ്, ഇത് നമ്മുടെ കണ്ണൻചേമ്പിൻ്റെ പറമ്പിലുണ്ടാവുന്ന കണ്ണൻചേമ്പിൻ്റെ താളാണ്. ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പറമ്പിൽ കഴിക്കണ താളാണെങ്കിലും കറി വയ്ക്കുക കേട്ടോ. അപ്പം നമുക്കതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇത് ഇത് തേങ്ങ വറുക്കണ കൊടുത്ത് ഇടാനായിട്ടാണ് 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലി വേണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കാനായിട്ടൊരു ടൊമാറ്റോയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ വറുക്കാം കേട്ടോ. അതിനായിട്ടുള്ളത് ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ വറുക്കാൻ നോക്കുവാണ്. ഇതൊക്കെ പഴയ കാലത്തെ കറികളാട്ടോ. പണ്ടൊക്കെ കാലത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പണ്ട് കാലത്ത് പറയായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ, പണ്ട് കാലത്ത് തേങ്ങയ്ക്കൊക്കെ ഒത്തിരി ക്ഷാമമുള്ള സമയമൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ പറയുമായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇഴുക്കിളി വരെ വറുത്തരച്ച് വയ്ക്കായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ആ സമയത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറിയായിരുന്നു. ഇപ്പോൾ ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ അലുമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ താള് ഞാനിപ്പോൾ ഒരു 2 തണ്ട് താളം എടുത്തേക്കണം. പിന്നെ താള് മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും കൂമ്പ് താള് മുറിച്ചെടുക്കാൻ നോക്കണം. അതായിരിക്കും വേവിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നു. മൂത്ത തണ്ടാകുമ്പോൾ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ചേമ്പിൻ്റെ കൂമ്പ് വിടർന്നതിന് മുമ്പ് വിട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെയുള്ള ആ കൂമ്പ് തണ്ട് കണ്ടിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് താളിൻ്റെ. അങ്ങനെ തേങ്ങയിലേക്ക് ഞാൻ ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ മുറിച്ചിട്ടുണ്ട്. ഉള്ളിയും കൂടെ മൂത്തിട്ട് വറുത്ത് അരയ്ക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉണക്കമുളക് കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക് കൊടുക്കണം. മുഴുവൻ മുളക് ഇല്ലെങ്കിൽ പൊടി ഇട്ടാലും മതി. ഞാനിപ്പോൾ ഒരു മുളക് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ് ബാക്കി മുളക് പൊടി ഇടണം. മല്ലിപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂട്ടി ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ നല്ല കൂമ്പ് താളമുള്ള സമയമല്ലേ, അപ്പോൾ കറി വയ്ക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി, ചൊറിയൊന്നുമില്ല. പുളിയൊക്കെ ചേർക്കണ കാരണം നമ്മൾ ഇതിനകത്ത് വാളംപുളിയൊക്കെ ചേർക്കുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. സാധാരണ തീയൽ വെക്കണ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ചൊറിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ ചേമ്പ് ചൊറിയില്ലെന്നല്ല പറഞ്ഞു താളൊക്കെ കർക്കിടക മാസത്തിൽ. ഇപ്പോൾ പയ്യെ ചുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ എരിവിന്, ഞാൻ എരിവ് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഓരോരുത്തരും അവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഓൾറെഡി നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഇട്ടതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ചെയ്ത് കണ്ടോ ശരിക്കും മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തീ കിടത്താം കേട്ടോ.
ഞാനെന്തോ തേങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൂടാറിയിട്ട് നമുക്കൊന്ന് അരയ്ക്കാനുള്ളത് കേട്ടോ. ചൂടാറിയിട്ടേ അരയ്ക്കാവുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് താളൊന്ന് ക്ലീൻ ചെയ്യാം. താളിൻ്റെ ഈ പുറത്ത് ഇത് പൊളിച്ച് കളയണം കേട്ടോ. ഇത് ചെറിയ മൂക്കത്ത താളാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് പൊളിഞ്ഞു പോകുന്നുള്ളൂ. താളം മൂത്താൽ പിന്നെ ഈ തൊണ്ട് പോകാൻ പാടാവും. മൂക്കാത്ത തണ്ടിന് താളിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ. ഇതുണ്ട്, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇപ്പം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. മണ്ണൊക്കെ ഉണ്ടാവും, താളല്ലേ, മണ്ണിലൊക്കെ നിന്ന് എണ്ണ. അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി 2 പ്രാവശ്യം നന്നായി. പിന്നെ ഇത് ഞാനൊന്ന് ഇങ്ങനെ നീളത്തിലാട്ടോ അത് ഇങ്ങനെ വേണ്ട. കനം കുറച്ച് നീളത്തിൽ ഇങ്ങനെയാട്ടോ അരിയണത്. അത് വേകുമ്പോൾ അങ്ങ് ചുങ്ങിപ്പൊക്കോളും. താളിനകത്ത് മുഴുവൻ വെള്ളമില്ല, വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ചിലരൊക്കെ താള് കൂടുമ്പോൾ ചൊറിയണവരുണ്ടെങ്കിൽ അവരൊക്കെ ഗ്ലൗസോ ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുക. പിന്നെ കഴുകു വരുമ്പോൾ എന്തിട്ട് കോട്ടത്തഴിയും കൂടെ ഒക്കെ കോരാനൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോഴാണ് മഴയൊക്കെ പെയ്ത് താളിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലുള്ള സമയത്തില്ല. ഉണ്ടാവും, ഒരു താളം എടുത്തിട്ട് തന്നെ ഇത്ര ഉണ്ട്. ഇനിയിപ്പോൾ ഇത് വേകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വേകുമ്പോൾ ഇച്ചിരിയേ ഉണ്ടാവുള്ളൂ. ഇത് വെള്ളം കാരണം ഇപ്പം താളിൻ്റെ മഴക്കാലം കാരണം ഇങ്ങനെ വെള്ളം കുടിച്ച് താള് വലിയ മത്തങ്ങ പോലെ നിൽക്കുക. നിങ്ങൾക്കൊക്കെ കൂടുതൽ ആൾക്കാരുള്ളവർക്ക് എടുക്കുമ്പോൾ 2 or 3 താളൊക്കെ എടുത്താലാണ് ശരിയാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് ഒന്ന് ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കട്ടെ. അതിൻ്റെ വെള്ളം ഒന്ന് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ട് കുറച്ച് വെള്ളം ഇറങ്ങിപ്പോട്ടെ എൻ്റെ. അപ്പോൾ ഒത്തിരി വെള്ളമല്ലേ, അപ്പോൾ ഒന്ന് ഇറങ്ങിപ്പോട്ടെ വേണ്ടി ഒരു 5 minute വെക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ മൂപ്പിക്കാനായിട്ട് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാൻ വേണ്ടി കേട്ടോ.
പിന്നെ ഒരു തക്കാളിക്ക ഉണ്ട് കേട്ടോ. തക്കാളിക്കൊന്നും നിർബന്ധമില്ല, അപ്പോൾ ഇടുന്നുണ്ട്. എല്ലാ കറിയുടെ കൂടെ ഇടാൻ പറ്റുന്നൊരു സാധനമാണ് തക്കാളി. തക്കാളിയുടെ പുളിക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ തേങ്ങ ഒന്ന് അരച്ചിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് ചെയ്യണ്ട വെള്ളം ഇറങ്ങി നോക്കണ്ട. അതിന് താളേന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഈ വെള്ളം ഒന്ന് പിഴിഞ്ഞ് വേണം നമുക്ക്. ഒരു 5 മിനിറ്റ് ഉപ്പിട്ട് വെച്ചാൽ മതി. നമ്മൾ അരപ്പൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കും അരിഞ്ഞിട്ട് അരപ്പൊക്കെ ശരിയാക്കി ഒക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉപ്പിട്ട് വെച്ചാൽ ഇപ്പം കണ്ടോ, താള് ഇച്ചിരി ഉള്ളൂ. വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നോക്കിയൊക്കെ ശകലം എണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് കടുകിടാം. കടുക് പൊട്ടിരുന്ന കയ്യിലേക്ക് കറിവേപ്പില ഇടാം. ചുമന്നത് ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ടൊമാറ്റോ കൂടെ തന്നെ നമുക്ക് താളം കൂടെ ഇടാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് വേവട്ടെ, താളൊന്ന് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. താളം ഉപ്പൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ വേവണപ്പോൾ താളും നീക്കും. താളിനൊന്നും ഒത്തിരി വേവൊന്നുമില്ലാത്തൊരു സാധനം. നമ്മൾ താളിൽ ഉപ്പിട്ട കാരണം കൊണ്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് താളേന്ന് ഉപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ലാസ്റ്റ് ചേർക്കാം കേട്ടോ. കണ്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ എന്തോ ഒരു വെള്ളം ഉണ്ടാക്കാൻ നോക്കി താളീന്ന് ഇറങ്ങി. ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വേണ്ട, അത് വെന്ത് കഴിഞ്ഞിട്ട് വേണ്ട. നമ്മൾ സ്റ്റൗ കൊണ്ട് മുറിക്കുമ്പോൾ കണ്ടോ, മുറിയണമുണ്ടോ? നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ ഇപ്പം കണ്ടോ, അത്രയും താളം അരിഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ താളമൊക്കെ ശരിക്കും നന്നായിട്ട് വെന്ത് കുഴഞ്ഞത് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണേ അരപ്പിയാക്കാം കേട്ടോ. തേങ്ങ വറുത്തരച്ചത് കേട്ടോ. തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, സാധനമുള്ളൂ, വേറെ ഒന്നും കേട്ടോ.
ഇപ്പം മിക്സിയിൽ വെള്ളം ഒഴിച്ചരച്ചാൽ തന്നെ മഞ്ഞ കളർ വന്നു. അല്ലെങ്കിൽ നമ്മൾ കല്ലിൽ വെച്ച് വെള്ളം ചേർക്കാതെ അരക്കണമെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും. നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം കേട്ടോ. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്കൊരു ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, താളിന് ഉപ്പുണ്ടാവും, അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കറി ഒന്ന് ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കർക്കിടക മാസത്തിൽ താളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ലേ. താളൊക്കെ നട്ട് പുതിയ താളൊക്കെ മുളച്ച് വന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളയൊക്കെ വന്ന് നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. നമുക്ക് കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. സ്വാദിഷ്ടമായ നമ്മുടെ കണ്ടോ ചെമ്മീൻ താള് കറി റെഡി ആയി കഴിഞ്ഞു കേട്ടോ.